Good morning, students. So yesterday we discussed about our earliest, latest time, everything. അങ്ങനെ നമ്മൾ ഒരു ടേബിളിന്റെ കംപ്ലീറ്റ് അല്ലാത്തൊരു പോർഷനിൽ വന്ന് നിൽക്കുകയാണ്. I shall explain once again. First you have to construct the network diagram. പിന്നെ എന്തായിരുന്നു earliest time calculate ചെയ്തു. That is TE values. No forward pass no പറയും. തിയറി എടുക്കുമ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. Forward pass E1 മുതൽ E10. അതായത് E1 മുതൽ E10 എങ്ങനെ കിട്ടി? From the network diagram എത്ര നോട്ട്സ് എന്ന് നോക്കുക. 1 to 10 എടുത്തു. ഓൾവേസ് 1 എത്ര നിന്ന് സ്റ്റാർട്ട് ചെയ്തു? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്താൽ റിമെമ്പർ ഡോണ്ട് മേക്ക് മിസ്റ്റേക്ക് എവർ ഇൻ ബിറ്റ്വീൻ. ഏതെങ്കിലും ഒന്നും തെറ്റിപ്പോയാൽ ഫൈനൽ ആൻസർ നമുക്ക് തെറ്റും. ഈ ഫൈനൽ ആൻസർ വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ബാക്ക്വേർഡ് പാസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. കണ്ടോ, ഈ കിട്ടിയ 22 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെന്തായിട്ട് എടുക്കും? ഫിനിഷിംഗ് പോയിന്റ് നിന്ന് എടുക്കും, L10. ശേഷം L1 നമുക്ക് ആദ്യം കിട്ടിയ 0 കിട്ടണം. അപ്പോൾ ഈ മിസ്റ്റേക്ക് വന്നാലും ആക്സിഡൻ്റലി ചിലപ്പോൾ നിങ്ങൾക്ക് 0 കിട്ടിയെന്ന് വരാം. പക്ഷേ ഈ എല്ലാ വാല്യൂസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ മിസ്റ്റേക്ക് ഒരു 2 ടൈംസ് ചെക്ക് ചെയ്തിട്ട് വേണം ഫൈനൽ റിസൾട്ടിലേക്ക് എത്താൻ. After calculating the earliest time and latest time, construct a table with main 5 columns. എന്തൊക്കെയാണ് 5 columns? Activity, time, earliest time, latest time and total float. ഇങ്ങനെ 5 കോളം. ആൻഡ് ആക്ടിവിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡയറക്ട്ലി യുവർ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കാനായിട്ട് പറഞ്ഞിട്ടില്ലേ, ആ ക്വസ്റ്റ്യൻ അങ്ങനെ ഞാൻ കോപ്പി ചെയ്തു. ശേഷം ഏർലിയസ്റ്റ് ടൈം ഇസ് ഡിവൈഡഡ് ഇൻറ്റു 2 സെക്ഷൻ, EST EFT ആയിട്ട് തിരിച്ചു. അതേപോലെ ലേറ്റസ്റ്റ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 2, LST ആൻഡ് LFT. ഓക്കെ, പിന്നെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ പിന്നെ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ആക്ടിവിറ്റിയിലെ സ്റ്റാർട്ടിങ്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ളത് തന്നെയാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏർലിയസ്റ്റ് ഇ വാല്യൂസ് ആണ്. ഇ വാല്യൂസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ, ഈ ഇ വാല്യൂസ് ഫോർ എക്സാമ്പിൾ E1 ഇവിടെയും 1 ആണ്. അപ്പോൾ E1, E2, E3 ആ വാല്യൂസ് ആണ് ESTയിൽ ആഡ് ചെയ്തത്. ഓക്കെ, EFT കിട്ടാനായിട്ട് ഈ കിട്ടിയ സ്റ്റാർട്ടിംഗ് ടൈമിൻ്റെ കൂടെ ഈ ടൈം ഡ്യൂറേഷൻ ആഡ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ 0 + 4 4, 1 + 0 1, 4 + 1 5, കണ്ടോ, ആഡ് ചെയ്താൽ എന്ത് കിട്ടും? EFT വാല്യൂസ് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ലേറ്റസ്റ്റ് ടൈം. ലേറ്റസ്റ്റിൽ സ്റ്റാർട്ടിലല്ല, നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നോക്കിക്കേ, ഫിനിഷിലാണ്, L10ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സെയിം വേ ഹിയർ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ഫിനിഷ്. ഇപ്പോൾ ഫിനിഷ് എന്ന് വെച്ചാൽ 1 to 2 ഉണ്ടെങ്കിൽ അവിടെ എവിടെയാണ് ഫിനിഷ് ചെയ്യുന്നത്? 2ൽ. അപ്പോൾ ഈ റൈറ്റ് സൈഡ് വാല്യൂസ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, അതാണ് L വാല്യൂസ് കാണാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ LFTയിൽ റൈറ്റ് സൈഡിൻ്റെ L വാല്യൂസ് എടുക്കുക, അതായത് L2, L3, L4 കണ്ടോ, L2, L3 ആ വാല്യൂസ് ആണ് LFTയിൽ എഴുതിയത്. ശേഷം സ്റ്റാർട്ട് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ സ്റ്റാർട്ടിൻ്റെ കൂടെ ടൈം കൂട്ടിയപ്പോൾ ഫിനിഷ് കിട്ടി. ഇതിപ്പോൾ ഫിനിഷ് കിട്ടി, സ്റ്റാർട്ട് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ടൈം കുറയ്ക്കുക. അപ്പോൾ 9 - 4 5, 1 - 1 0, 10 - 1 9, കണ്ടോ, അങ്ങനെ LSTയും കിട്ടി. ഇതായിരുന്നു നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തത് ആണല്ലോ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ലാസ്റ്റ് കോളം, ടോട്ടൽ ഫ്ലോട്ട്. അവിടെയാണ് നമ്മുടെ ആൻസർ ഒളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് കാണാനായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഫിനിഷിന്റെ 2 ഫിനിഷ് ഉണ്ടല്ലോ നമുക്ക്, ഏതൊക്കെയാണ്? ഏർലിയസ്റ്റും ലേറ്റസ്റ്റും. അവർ തമ്മിൽ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ ലേറ്റസ്റ്റ് എന്നാണ് കുറയ്ക്കേണ്ടത്, LFT - EFT. അല്ലെങ്കിൽ രണ്ടുപേരും സ്റ്റാർട്ടിങ് കുറയ്ക്കുക, LST - EST. എന്തായാലും L എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റാർട്ട് എടുത്താൽ ഇവിടുത്തെ സ്റ്റാർട്ട് എടുക്കുക, ഇവിടെ ഫിനിഷ് എടുത്താൽ ഇവിടുത്തെ ഫിനിഷ് എടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് ഫോർമുല യൂസ് ചെയ്താലും വിൽ ബി ഗെറ്റിംഗ് ദ സെയിം ആൻസർ. നമുക്കത് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകിൽ LFT - EFT എടുക്കുക, അല്ലെങ്കിൽ LST - EST. അപ്പോൾ ഞാനിപ്പോൾ LFT ആയിട്ട് എടുക്കാം. നമുക്ക് ഈ 3 ഇതും ഇട്ട് ഒന്ന് കമ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ 9 - 4 ഇറ്റ് ഇസ് 5, 1 - 1 0, 10 - 5 5, 10 - 2 8, 7 - 7 0, 15 - 10 5, 16 - 11 5, 15 - 15 0, 17 - 12 5, 17 - 17 0, 22 - 22 0, 22 - 17 5. കണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയത്. ഇത് ഞാൻ LFT - EFT. അത് തന്നെയല്ലേ LST - EST നോക്കിയാൽ 5 - 0 5, കണ്ടോ, 0 - 0 0, 9 - 4 5, 9 - 1 8, സെയിം കിട്ടണുണ്ടോ? അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി. പക്ഷെ LFTയും EST ആയിട്ട് കുറയ്ക്കരുത്. രണ്ടും ഫിനിഷ് ആണെങ്കിൽ രണ്ടും അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ടോട്ടൽ ഫ്ലോട്ട്. ഇനി ഇവിടെയാണ് നമ്മുടെ ആൻസർ. ആൻസർ എങ്ങനെയാണെന്ന് വെച്ചാൽ, സം ഓഫ് ദ ടോട്ടൽ വാല്യൂസ് ആർ 0, റൈറ്റ്? ചിലതൊക്കെ 0 കിട്ടിയത് കണ്ടോ. എത്ര സീറോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 1 2 3 4 5 സീറോസ് കിട്ടിയിട്ടുണ്ട്. ആ 0 കിട്ടിയത് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. നോക്കിക്കോ, എവിടെ 0 കിട്ടിയത്? സെക്കൻഡ്, അതായത് 1 to 3, പിന്നെ 3 to 5, പിന്നെ എവിടെയാ 5 to 7,
പിന്നെ കിട്ടിയതിൻ്റെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നല്ല സ്പേസ് ആയിട്ടൊക്കെ ആയിട്ട് വരക്കുക. 7 to 8. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള 8 to 10. ഞാനപ്പോൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് വരച്ചു. ക്ലിയർ ആയോ? സെലക്ട് ചെയ്തേക്കണുണ്ടോ? 0 കിട്ടിയതിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, സോ ഇത്ര വരെ നമ്മൾ സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ മാർക്കിങ്, നമ്മൾ എത്ര മാർക്കിങ് നിൽക്കുക? 7 മാർക്സിൽ അല്ലേ. നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചതിന് 3 മാർക്ക്, ഏർലിയസ്റ്റ് ടൈം കണ്ടതിന് 2 മാർക്ക്, ലേറ്റസ്റ്റ് കണ്ടതിന് 2 മാർക്ക്, അങ്ങനെ 3 + 4 7 ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇത് 2 ക്വസ്റ്റ്യൻ ആയിട്ടോടെ അവിടെ മാർക്കില്ല. പിന്നെ ഈ ഓരോ കോളത്തിനും, അതായത് എത്ര കോളം ഉണ്ടാവും? 1 2 3 4 5, ഈ 5 കോളത്തിന് ഓരോ മാർക്ക് ഇടും. അപ്പോൾ എത്രയായി? 7 + 5 12 ആയി. ഇനി വേണ്ടേ നിങ്ങൾക്ക് ഫുൾ മാർക്സ്. 3 മാർക്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ 3 മാർക്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇത് കിട്ടിയില്ലേ, ഈ സെലക്ട് ചെയ്തില്ലേ 0 കിട്ടിയത്, അതിനുശേഷം പടം ഒന്നും കൂടി വരക്കാം. നെറ്റ്വർക്ക് ഡയഗ്രാം ഒന്നും കൂടി വരയ്ക്കാം. അതെന്താന്ന് വെച്ചാൽ, എന്നിട്ട് ഈ കിട്ടിയ സെലക്റ്റഡ് സംഭവം കണ്ടോ 0 കിട്ടിയത്, അതിനെ മാത്രം ഡബിൾ ആരോ വെച്ച് കാണാം. അതായത് ആദ്യത്തെ എന്താ 1 to 3, പിന്നെ 3 to 5, പിന്നെ 5 to 7, പിന്നെ 7 to 8, പിന്നെ 8 to 10. നോക്കിക്കേ, ദിസ് ഈസ് യുവർ ക്രിട്ടിക്കൽ പാത്ത്. അപ്പം ഇതിന് 1 മാർക്ക് വരും. 12 1 13. ഇനി ഞാൻ ക്രിട്ടിക്കൽ പാത്ത് എഴുതുവാണേ. ക്രിട്ടിക്കൽ പാത്ത് ഈ കിട്ടിയ ആളില്ലേ, അതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നത്? 1 to 3, 3 to 5, 5 to 7, 7 to 8, 8 to 10. അതായത് അതിനൊരു രസമുണ്ട്. 1 to 3, 3 to 5, 5 to 7, 7 to 8, 8 to 10. ഇതിൻ്റെ എന്താ ഒരു സീക്വൻസ് പോലെ വന്നേക്കണുണ്ട്. എവിടെ നിർത്തി അവിടെ നിന്ന് അത് തുടങ്ങുന്നു. അതായത് നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ 1 3 5 7 8 10. ഇതാണ് ക്രിട്ടിക്കൽ പാത്ത്. ഇതിനും കിട്ടും 1 മാർക്ക്. അപ്പോൾ 12ആയി. 1 മാർക്ക് ഈ ഡബിൾ ആരോ വെച്ച് വീണ്ടും വരയ്ക്കാം. ഞാൻ ഒന്നും കൂടി നിങ്ങൾ പടം വരച്ച് ഏതാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ദിസ് ഇസ് ദ ക്രിട്ടിക്കൽ പാത്ത്. ഇത് ഒന്നുകൂടി വരയ്ക്കാം. അപ്പോൾ 12ആയി. 1 മാർക്ക് ആരോ വെച്ചിട്ട് കാണിക്കുക, ഡബിൾ ആരോ വെച്ച് കാണിക്കുക. 13ആയി. ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ചു. കണ്ടോ, എപ്പോഴും സീക്വൻസ് ആയിരിക്കും. സീക്വൻസ് അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയെന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കണം. അപ്പോൾ 1 മാർക്കായി. 13 14. നൗ ദ ലാസ്റ്റ് മാർക്ക്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടു. ഇനി നോക്കിക്കോട്ടോ, ഇനിയാണ് സർപ്രൈസ്. 1 to 3 സമയം എത്ര എടുത്തു? 1 to 3 1. 3 to 5 എത്രയാണ് നോക്കിയത്? 3 to 5 it is 6. 5 to 7 it is 8. 7 to 8 2. 8 to 10 it is 5. ഒന്ന് കൂട്ടി നോക്കിക്കുക ഇതെല്ലാം കൂടി. 7 7 8 15 20 22. ഇതാണ് നിങ്ങളുടെ പ്രോജക്റ്റ് ഡ്യൂറേഷൻ. അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ESTFT ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് പ്രോജക്റ്റ് ഡ്യൂറേഷൻ. ഇതിനാണ് 1 മാർക്ക്. ലാസ്റ്റ് 15 മാർക്ക് നമുക്ക് ആയി. അങ്ങനെ കണ്ടോ ലാസ്റ്റ് മാർക്ക്. ഇനി ഞാൻ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ, ഈ ആളെ പരിചയം ഉണ്ടോ നിങ്ങൾക്ക്? 22. യെസ്. വാട്ട് ഇസ് ദ ആൻസർ ദാറ്റ് യു ഗോട്ട് ആസ് എ ലാസ്റ്റ് വാല്യൂ ഓഫ് ഈ വാല്യൂ? ഞാൻ പറഞ്ഞില്ലേ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഈ 10 നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 22 ആയിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ L വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ കിട്ടുന്ന റിസൾട്ട്. അപ്പം നേരത്തെ ആൻസർ അറിയാൻ പറ്റും. പക്ഷെ അത് തെറ്റിയാൽ ബാക്കി എല്ലാം തെറ്റും എന്നുള്ളതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാവും ആൻസർ ഇത് തന്നെയാണെന്നുള്ളത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒറ്റ മോഡലേ ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പം ഇതൊന്ന് വൃത്തിക്ക് പഠിക്കുക. ഒരു എക്സ്പെക്റ്റഡ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.